അപ്പോൾ സ്വനപാളികൾക്ക് വൈബ്രേഷൻ ഇല്ലാതെ ഉച്ചരിക്കുന്നത് ശ്വാസിസ്വനങ്ങളാണ്. വൈബ്രേഷനോട് കൂടി ഉച്ചരിക്കുന്നത് നാദിസ്വനങ്ങളാണ്. പായും ബായും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ബാ നാദിയാണ്. ബാ ഉച്ചരിക്കുമ്പോൾ സ്വനപാളികൾക്ക് വൈബ്രേഷൻ ഉണ്ടാവും. പാ ഉച്ചരിക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവില്ല. ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നതും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വായു ഈ തടസ്സം വന്നിട്ട് നിൽക്കുന്ന സ്ഥലത്താണ്. ആ ഘട്ടത്തിലാണ് ഈ വൈബ്രേഷൻ വളരെ ക്ലിയർ ആവുന്നത്, വളരെ വ്യക്തം ആവുന്നത്. അപ്പോൾ പായ്ക്ക് സമാന്തരമായിട്ട് ഒരു ബായുണ്ട് ഇല്ലേ? തായ്ക്ക് സമാന്തരമായിട്ട് ഒരു ദായുമുണ്ട്. താ ശ്വാസിയാണ്, ദാ നാദിയാണ്. ടായുണ്ട്. ടാ ശ്വാസിയാണ്, നാ നാദി ആണ്. ടാ ശ്വാസിയാണ്, ഡാ നാദിയാണ്. ടാ ശ്വാസിയാണ്, ഡാ 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 ഡാ. ആ ഒരു സ്വനം മലയാളത്തിലില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് ഉച്ചരിക്കാൻ സാധിക്കും. ഡ എന്ന് പറയുന്നത് പോട്ടെ. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമുക്ക് വരാം. ട. ട എന്ന് പറയുന്നത് ശ്വാസിയാണ്. ഡ എന്ന് പറയുന്നതോ നാദിയാണ്. ഇനി ച ശ്വാസിയാണ്. ജ എന്നതോ നാദിയാണ്. ക ശ്വാസിയാണ്. ഗ എന്നുള്ളത് നാദിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ മുതൽ ക വരെയുള്ള എല്ലാ സ്വനങ്ങൾക്കും സമാന്തരമായിട്ട് നാദിയായിട്ടുള്ള സ്വനങ്ങളും കൂടിയുണ്ട്, വ്യഞ്ജനങ്ങളും കൂടിയുണ്ട്. ഇവയ്ക്കൊക്കെ സാധാരണ വ്യാകരണത്തിൽ മൃദുക്കൾ എന്ന് പറയും. ഈ മൃദു എന്ന് പറയുന്നത് ഒരു വളരെ നല്ല വാക്കാണ് എങ്കിലും അതിന് പല പരിമിതികളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത്. മറ്റേ ഈ പ മുതൽ ക വരെയുള്ള വ്യഞ്ജനങ്ങൾ, ആ വ്യഞ്ജനങ്ങൾക്ക് ഖരങ്ങൾ എന്ന് വ്യാകരണത്തിൽ പറയും. ഞാൻ അതും ഉപയോഗിക്കുന്നില്ല. ഇത് ഭാഷാശാസ്ത്രത്തിൽ സ്പർശങ്ങളെന്നാണ് പറയുക. സ്പർശങ്ങളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വായുടെ താഴത്തെ തട്ടിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം മുകളിലത്തെ തട്ടിലുള്ള ഒരു ഭാഗത്തിൽ ചെന്ന് തൊടണം അല്ലെങ്കിൽ സ്പർശിക്കണം. അത്തരം സ്വനങ്ങൾക്കാണ് സ്പർശങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ സാങ്കേതിക സംജ്ഞകളാണ്. ഇതൊക്കെ പരിചയിച്ചിരുന്നാൽ കൊള്ളാം. ഇതൊക്കെ പരിചയിച്ചാൽ മാത്രമേ കാര്യം മനസ്സിലാകൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊന്നും സാങ്കേതിക സംജ്ഞകളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെയും വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ്, ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ, ആർക്കും മനസ്സിലാകാൻ പാകത്തിന്. ശ്രദ്ധിച്ച് കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞിട്ട് കേൾക്കുന്നതോടൊപ്പം ആലോചിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും എത്തി. പിന്നെ ഈ അനുനാസികങ്ങളെ പറ്റി പറഞ്ഞു. അനുനാസികങ്ങളെന്ന് പറഞ്ഞത് മായാണ്. മാ മുതൽ മൂക്കിൽ കൂടി വായു പുറത്തേക്ക് വരുന്ന വ്യഞ്ജനങ്ങൾ, ആ വ്യഞ്ജനങ്ങളെല്ലാം നാദികളാണ്. ഇത് നാദികളാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചരിച്ച് നോക്കിയാൽ മതി. ചെവി അടച്ചു പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അവരുടെ നാദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് ക എന്ന് പറഞ്ഞ സ്വനത്തെ മനസ്സിലാക്കി. അതേപോലെ കായ്ക്ക് സമാന്തരമായിട്ട് ങ ഉണ്ട് എന്ന് അറിഞ്ഞു. അതുകൂടാതെ ഗ ഉണ്ട് എന്നും മനസ്സിലാക്കി. ഇനി
ഏറ്റവും പുറകിലാണ് ഈ കാ എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. കായുടെ തൊട്ട് മുമ്പിൽ ചായാണ്. ചായ്ക്ക് സമാന്തരമായിട്ട് ഞായുണ്ട്, അനുനാസികം. അതുകൂടാതെ മൃദു എന്ന് പറയാവുന്ന നാദിസ്വനമുണ്ട്, ജാ. പിന്നെ ടായുണ്ട്. ടാ എന്ന് പറയുന്നത് സ്പർശസ്വനമാണ്. അതുകൂടാതെ അല്ലെങ്കിൽ സ്പർശ വ്യഞ്ജനമാണ്. അതിന് സമാന്തരം ആയിട്ട് ഡായുണ്ട്, അനുനാസികമുണ്ട്. ഇതിന് പോലെ തന്നെ നമുക്ക് ഡായും ഉണ്ട്. ഡാ മൃദുവാണ്. ഇനി തായുണ്ട്. തായ്ക്ക് സമാന്തരമായിട്ട് ഡായുണ്ട്. പിന്നെ അനുനാസികം ആയിട്ട് ന അല്ല ന ഉണ്ട്. തന്നു എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ത ദ ന. ഇനി പ ബ മ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നിന്ന് മുൻപിൽ നിന്ന് പിറകോട്ടേക്ക് പറഞ്ഞു നോക്കാം. പ ബ മ. പ ബ മ. താഴത്തെ ചുണ്ടാണ് ഇതിൽ ഇളകുന്ന ഭാഗം. താഴത്തെ ചുണ്ട് മുകളിലേക്ക് പോകുന്നു എന്ന് ഓർത്തുവെച്ചാൽ മതി. ഇതിനെല്ലാത്തിലും പായ്ക്കും ബാക്യം മായ്ക്കും. ഇനി തായുടെ കാര്യത്തിൽ ഈ നാവിൻ്റെ തുമ്പ് അത് പല്ലിൽ ചെന്ന് തൊടുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നു. ത ദ ന. ദകാരത്തിലും പല്ലിൽ ചെന്ന് തൊടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ടായുണ്ട്. ടായുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടായ്ക്ക് സമാന്തരമായിട്ട് ഒരു മൃദു വ്യഞ്ജനം സങ്കല്പിക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലെല്ലാം ഉണ്ട്, പക്ഷെ മലയാളത്തിൽ അതില്ല. എങ്കിലും തായ്ക്ക് സമാന്തരമായിട്ട് ഒരു നായുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാൻ സാധിക്കും. ന ന ന ന ന ന ന ന. ആന എന്ന് പറയുന്നിടത്ത് ആന നനഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് നനഞ്ഞു എന്നുള്ളതിൽ ന, അത് പല്ലിലാണ് ചെന്ന് തൊടുന്നത്, നാവ്. അതേസമയത്ത് നന ന ന ന എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ പിറകിലുള്ള മോണയിലാണ് ചെന്ന് തൊടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി വേറൊന്നും കൂടി. നാ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഏത് സ്വരം കിട്ടിയാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഖരം എന്ന വകുപ്പിൽപ്പെടുന്ന ഒരു വ്യഞ്ജനമുണ്ടെങ്കിൽ അതിന് നാദി ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ അനുനാസികമായിട്ടുള്ള മറ്റ് ഒരു സെറ്റ് വ്യഞ്ജനങ്ങൾ കാണും എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ നമുക്ക് പലതും ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കത് അടുത്ത ചർച്ചയിൽ ഉൾപ്പെടുത്താം. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലിൽ കൂടി സംശയമാകാം. അല്ലാന്നുണ്ടെങ്കിൽ എഴുതി അയക്കാം. ഏത് തരത്തിലെങ്കിലും ആകാം. അത് എന്താണ് ഒരു സംവിധാനം എന്നുള്ളത് അറിയിക്കാം.